വെഞ്ഞാറമൂട്ടിൽ വൈകാരിക രംഗങ്ങൾ. സഹോദരിയെയും കുടുംബാംഗങ്ങളെയും കണ്ട് വിങ്ങിപ്പൊട്ടി അഫാന്റെ അച്ഛൻ. ഖബറുകൾക്ക് മുന്നിൽ തകർന്നിരുന്ന അബ്ദുൽ റഹീം ദമാമിൽ നിന്ന് നാട്ടിലെത്തിയത് രാവിലെ. കേരളത്തിൽ ജാർഖണ്ഡ് ദമ്പതികൾക്ക് ആശ്വാസം. ആശയെയും ഗാലിബിനെയും കൊണ്ടുപോകാതെ ജാർഖണ്ഡ് പോലീസ് മടങ്ങുന്നു. കള്ളക്കേസിൽ കുടുക്കാൻ വന്ന പോലീസിന്റെ മടക്കം കോടതി ഇടപെടലോടെ. പോരാട്ടം തുടർന്ന ആശമാർ. 19ാം ദിവസവും സെക്രട്ടേറിയറ്റിന് മുന്നിൽ രാപ്പകൽ സമരം. നിയമസഭയ്ക്ക് മുന്നിലേക്കും സമരം വ്യാപിപ്പിച്ചേക്കും. സമര നേതാവ് മിനിയെ അധിക്ഷേപിച്ച് CITU നേതാവ്. ബദൽ സമരം തുടർന്ന് CITU. ട്രെയിനിന് മുന്നിൽ ചാടിയ അമ്മയ്ക്കും പെൺമക്കൾക്കും ദാരുണാന്ത്യം. മരിച്ചത് ഏറ്റുമാനൂർ പാറൂലിക്കൽ സ്വദേശിയായ ഷൈനിയും മക്കളും. ആത്മഹത്യയ്ക്ക് പിന്നിൽ ഭർത്താവുമായുള്ള പ്രശ്നങ്ങളെന്ന് സൂചന. വിദ്വേഷ പരാമർശ കേസിൽ PC ജോർജിന് ജാമ്യം. ജാമ്യം അനുവദിച്ച് ഈരാറ്റുപേട്ട മജിസ്ട്രേറ്റ് കോടതി. ഈരാറ്റുപേട്ടയിലെ തീവ്രവാദത്തിനെതിരെ പോരാട്ടം തുടരുമെന്ന് ഷോൺ ജോർജ്. ചന്ദ്രനിലോട്ട് നമ്മുടെ സാറ്റലൈറ്റ് അടുത്ത് നമ്മുടെ സോമനാഥ് മലയാളിയല്ലേ, എന്നാ പിന്നെ നമുക്ക് അദ്ദേഹത്തെ ക്വാളിഫിക്കേഷൻ. ശശി തരൂരിനെതിരെ PJ കുര്യൻ. ഇംഗ്ലീഷ് വിദ്യാഭ്യാസമല്ല നേതാവാകാനുള്ള യോഗ്യതയെന്ന് വിമർശനം. കൂടുതൽ സമയവും തരൂർ വിദേശത്താണെന്നും കുര്യൻ. തരൂരിനെ പിന്തുണച്ച് തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ. സംസ്ഥാന കോൺഗ്രസ് നേതൃത്വവുമായി ഹൈക്കമാൻഡ് കൂടിക്കാഴ്ച വൈകിട്ട്. താമരശ്ശേരിയിൽ ട്യൂഷൻ സെന്ററിലെ ഫെയർവെൽ പാർട്ടിക്കിടെ സംഘർഷം. പരിക്കേറ്റ 10ാം ക്ലാസ്സുകാരന്റെ നില ഗുരുതരം. ഏറ്റുമുട്ടിയത് നൃത്തം ചെയ്യുമ്പോൾ പാട്ട് നിന്നതിന് കളിയാക്കിയതിന് 2 വിദ്യാർത്ഥികൾ കസ്റ്റഡി.